ശ്രീ ആർ വി ബാബു, ബ്രിട്ടാസിൻ്റെ പരാമർശത്തെ പല തലങ്ങളിൽ നിന്നും നോക്കിക്കാണേണ്ടതുണ്ട്. ചൈന സാങ്കേതിക വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ ഭാരതം പഴഞ്ചൻ സംസ്കാരത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നായിരിക്കും ബ്രിട്ടാസ് പ്രധാനമായും ഉദ്ദേശിച്ചത്. രണ്ടാമത്തേത്, ഹൈന്ദവ ആചാരങ്ങളോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനുള്ള പരമപുച്ഛം. അത് ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണല്ലോ. കുംഭമേള മ്ലേച്ഛമായ എന്തോ ആണെന്ന് ദ്യോതിപ്പിക്കും വിധം അവതരിപ്പിക്കുക, അല്ലേ? എനിക്ക് തോന്നുന്നു പല പല അജണ്ടകൾ ഉണ്ട് ഇത്തരമൊരു പരാമർശത്തിന് പിന്നിൽ. താങ്കൾ എങ്ങനെയാണ് ഈ അധിക്ഷേപകരമായ പരാമർശത്തെ നോക്കിക്കാണുന്നത്? ആദ്യമായി തന്നെ ഈ പ്രസ്താവന, ജോൺ ബ്രിട്ടാസിന്റെ പ്രസ്താവനയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൈനയുടെ പുറകിലായി ഭാരതം പോകുന്നു എന്നുള്ളതിന്റെ വിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയല്ല ഇത് എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ചൈന വളരെ വേഗത്തിൽ കുതിച്ചു പോകുന്നു സാങ്കേതിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചൈന വളരെ മുന്നോട്ട് പോകുന്നു. ഭാരതം അതിനൊപ്പം എത്തുന്നില്ല, ഭാരതം വളരെ പുറകിലാണ് എന്ന ഒരു രാജ്യസ്നേഹിക്ക്, ഒരു ദേശസ്നേഹിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിഷമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഇവര് ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്നവരാണ്, ചങ്കിൽ ഇന്ത്യയെ കൊണ്ട് നടക്കുന്നവരല്ല. അപ്പൊ ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്നവർ, അവര് ചൈനയുടെ മുന്നേറ്റത്തെ ഈ ഭാരതം അതിനോടൊപ്പം എത്തുന്നില്ല എന്ന് ഇവിടെ ഉദാഹരിക്കാൻ കാരണം കുംഭമേളയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. കുംഭമേള കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ വരുന്നു. കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു സാംസ്കാരികമായ ഉത്സവമായിട്ട്, ഒരു ആധ്യാത്മിക ഉത്സവമായിട്ട് കുംഭമേള മാറുന്നു. എല്ലാവിധ ജാതി വ്യത്യാസങ്ങൾക്കും ഉപരിയായിട്ട്, വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കും ഉപരിയായിട്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സന്യാസിമാർ അവിടെ ഒത്തുകൂടുന്നു. ഭാരതത്തിന്റെ ആധ്യാത്മികതയുടെ ഒരു വലിയ തോതിലുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ഒരു മുന്നേറ്റം, വിപ്ലവകരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ കുംഭമേളയിലൂടെ പ്രത്യക്ഷമാകുന്നു. ഇപ്പോ ജനങ്ങൾ ഭാരതത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എല്ലാവിധ വ്യത്യാസങ്ങളും, ഭാഷയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ജാതിയുടെ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് കുംഭമേളയിലൂടെ ജനങ്ങൾ ഒരുമിച്ച് വരുന്നു. ആ തീർത്ഥത്തിൽ മുങ്ങി, പ്രയാഗിലെ ആ ത്രിവേണി സംഗമത്തിൽ മുങ്ങി 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാസംഭവത്തില് പങ്കാളിയാകാനായിട്ട് ജനങ്ങൾ അങ്ങ് വേറെ എവിടെയും കാണാത്ത രീതിയിൽ, ലോകത്ത് എവിടെയും കാണാത്ത രീതിയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന തരത്തിൽ കുംഭമേള നടത്തുന്നു. അപ്പോ ആ കുംഭമേളയെ ആക്ഷേപിക്കാൻ വേണ്ടി, അവഹേളിക്കാൻ വേണ്ടിയാണ് ഈ ചൈനയുടെ ഉദാഹരണം അവിടെ ഉയർത്തിയത്. അല്ലാതെ ചൈന ഭാരതത്തിനേക്കാൾ മെച്ചപ്പെട്ടു പോകുന്നു എന്നുള്ളതിലുള്ള വിഷമം കൊണ്ടല്ല, മറിച്ച് അതിനകത്ത് അവർക്ക് സന്തോഷമേ ഉള്ളൂ. ചൈന മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ, ഭാരതം പിന്നോട്ട് പോകുന്നതിലും അവർക്ക് സന്തോഷമേ ഉള്ളൂ. അത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ചൈനയും ഭാരതവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ ഏത് കാലത്തും ആരുടെ കൂടിയായിരുന്നു എന്ന് നമുക്കറിയാം. സഖാവ് അച്യുതാനന്ദന്റെ ആദ്യത്തെ പാർട്ടി നടപടി, അച്ചടക്ക നടപടി, അച്യുതാനന്ദനെതിരായിട്ടുള്ള പാർട്ടി അച്ചടക്ക നടപടി തന്നെ ഭാരതവും ചൈനയും തമ്മിലുള്ള യുദ്ധത്തില് ഇന്ത്യൻ പട്ടാളക്കാർക്ക് അന്ന് ഈ അച്യുതാനന്ദൻ രക്തം ദാനം നൽകി എന്നുള്ളതിന്റെ പേരിലായിരുന്നു അച്യുതാനന്ദനെതിരായിട്ടുള്ള ആദ്യത്തെ പാർട്ടി നടപടി. അപ്പൊ ഇവരുടെ നിലപാട് എപ്പോഴും ചൈനയ്ക്ക് അനുകൂലമാണ്. ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന നാടിന് മറ്റേ ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. ചൈനയെ ഭാരതം അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ് ചെയ്തതെന്ന് നമ്പൂതിരിപ്പാടിന്റെ ഒക്കെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ പ്രസ്താവനയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഇവരുടെ ഈ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത് ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചൈനയ്ക്കുള്ള ആ മേൽക്കൈ നേടുന്നു, ഭാരതം പുറകോട്ട് പോകുന്നു എന്നുള്ളതിന്റെ വിഷമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് പറഞ്ഞ് കുംഭമേളയെ ആക്ഷേപിക്കാനാണ്, അവഹേളിക്കാനാണ്. ഇതാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആത്യന്തികമായി അവര് ഭാരതത്തെ അംഗീകരിക്കാത്ത പാർട്ടിയാണ്. അവര് സ്വഭാവേന, അതിന്റെ ജന്മജാത ദോഷം എന്ന നിലയ്ക്ക് തന്നെ പറയാം, അത് ഇന്ത്യ വിരുദ്ധമായി രൂപം കൊണ്ടൊരു പാർട്ടിയാണ്. നമുക്കറിയാം, അത് താഷ്കെൻഡിൽ രൂപം കൊണ്ട സമയത്ത് ആരാണ് അത് രൂപീകരിച്ചത്,
എങ്ങനെയുള്ളവരാണ് അങ്ങോട്ട് പോയത്? ഭാരതം കാഫറുകളുടെ നാടാണ്, ഇവിടെ നിന്ന് ഹിജറത്ത് പുറപ്പെട്ട് ഈ ദാറുൽ ഹറാബിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്ക് ഭാരതത്തെ മാറ്റാൻ വേണ്ടി ഹിജറത്ത് പുറപ്പെട്ട ഒരു സംഘം ആളുകൾ താഷ്കെൻഡിൽ എത്തിച്ചേർന്ന് അവർ രൂപീകരിച്ച പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതിയിട്ടുള്ള ജി അധികാരി ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ സംഘപരിവാറിന്റെ ആരെങ്കിലും എഴുതിയ ചരിത്രമൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എഴുതിയ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഭാരതം കാഫറുകളുടെ നാടാണ്, ഇത് ദാറുൽ ഹറാബാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഹിജ്റത്ത് പുറപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് താഷ്കെൻഡിൽ വെച്ച് എം എൻ റോയ് ലെനിനും ഒക്കെ ചേർന്നിട്ട് രൂപീകരിച്ച ഒരു സംഘടന. അപ്പൊ അവര് ആത്യന്തികമായി അവരുടെ ഈ DNA-യിലുള്ളത് ഭാരത വിരുദ്ധ വികാരമാണ്, ഇന്ത്യ വിരുദ്ധ ജനുസാണ്. അപ്പോ അവർക്ക് ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ ആധ്യാത്മിക, ഭാരതത്തിന്റെ പൈതൃകം, ഭാരതത്തിന്റെ പാരമ്പര്യം, ഇതിനെയൊക്കെ അവര് തുടക്കം മുതൽ എതിർത്തു വന്ന ഒരു ചരിത്രമാണുള്ളത്. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാരെന്ന് പറയുന്ന ആളുകളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ എടുത്താൽ അവർ ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ എതിർത്തു പോകുന്ന ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ സാധിക്കും. വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും അതേപോലെ മഹാഭാരതം, രാമായണം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളെ ഒക്കെ അതിനെ മുഴുവൻ നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അതെല്ലാം അപരിഷ്കൃതവും ഒരു ഫ്യൂഡലിസം സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും മുതലാളിത്ത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതാണെന്നും ഈ വർഗ സമൂഹത്തെ അല്ലെങ്കിൽ അസംഘടിത ജനസമൂഹത്തെ കീഴ്പ്പെടുത്തി വെക്കാനായിട്ട് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള കൃതികളാണെന്നൊക്കെയുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാ കാലത്തും ഈ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ എതിർത്ത് വന്ന ഒരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ എഴുതിയിട്ടുള്ള മുഴുവൻ ചരിത്ര ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെടുന്ന ഒരാളുടെ നിലപാട് ഈ കുംഭമേളയ്ക്ക് എതിരാവുന്നതിൽ അത്ഭുതപ്പെടാനില്ല. നമുക്കറിയാലോ സനാതന ധർമ്മത്തെക്കുറിച്ച് അടുത്ത കാലത്ത് പിണറായി വിജയൻ നടത്തിയിട്ട് പ്രസ്താവന എന്തായിരുന്നു? സനാതനധർമ്മം അത് ജാതിയിൽ അധിഷ്ഠിതപ്പെട്ടതാണ് എന്നും സനാതന ധർമ്മം നശിക്കേണ്ടത് അനിവാര്യമാണ് എന്നും പിണറായി വിജയൻ പ്രസംഗിച്ചതായി അടുത്ത കാലത്താണ്. അപ്പൊ സനാതന ധർമ്മത്തെക്കുറിച്ചും ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചും ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് പുതുമയില്ല. ജോൺ ബ്രിട്ടാസിന്റെ പ്രസ്താവനയിൽ പുതുമയില്ല. അതുകൊണ്ടാണ് അതിന് തൊട്ടു മുൻപായിട്ട് AN ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അത്യന്തം എന്താ പറയുക നിശിതമായ രീതിയിലുള്ള അപകീർത്തികരമായ പ്രസ്താവന സ്ത്രീകളെ കുറിച്ച് നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഇപ്പൊ ശബരിമല തീർത്ഥാടനത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിന്റെ കാലത്ത് M സ്വരാജിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് എത്ര കണ്ട് നിശിതമായ രീതിയിലുള്ള വൃത്തികെട്ട പരാമർശങ്ങളാണ് സ്വാമി അയ്യപ്പനെ കുറിച്ച് നടത്തിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. അതേപോലെ SFIയുടെ പ്രവർത്തകന്മാര് ഈ കേരളവർമ്മ കോളേജിൽ അവര് വരച്ചു വെച്ച കാർട്ടൂണുകൾ, ചിത്രങ്ങൾ, അതൊക്കെ എത്ര കണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ നിശിതമായി വിമർശിക്കുന്നതോ അല്ലെങ്കിൽ അപഹസിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ, വിമർശിക്കുന്നതിൽ നമ്മൾ തെറ്റ് പറയുന്നില്ല, പക്ഷെ അവഹേളിക്കാൻ തക്ക രീതിയിൽ ആക്ഷേപിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ പ്രസ്താവന. ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എല്ലാവരും അവര് സാധാരണ പാർട്ടി നേതാക്കന്മാരിൽ പാർട്ടി അനുയായികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിന്നുകൊണ്ടൊന്നും അല്ല അവര് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. മറിച്ച് അവര് പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് അവര് ഈ പാർട്ടിയുടെ നയങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാതെ പാർട്ടിക്കൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ആത്യന്തികമായി അവര് ഹിന്ദു വിരുദ്ധരാണ്, ഹൈന്ദവ വിശ്വാസങ്ങളെ എതിർക്കുന്നവരാണ്, ഭാരതത്തിനെതിരാണ്, അവര് ഭാരതത്തിന്റെ താല്പര്യത്തിനെതിരാണ്, ആത്യന്തിക രാജ്യവിരുദ്ധരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ജോൺ ബ്രിട്ടാസിന്റെ ഈ പ്രസ്താവനയെ കാണാൻ എന്നാണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നമ്പ്യാണ്.